സ്വന്തമായൊരു വീടുണ്ടാവുക ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. പല ആളുകളും പറഞ്ഞ വിഷയം, ഉസ്താദേ സ്വന്തമായിട്ടൊരു വീടില്ല, അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് തീരാനൊക്കെ നിങ്ങൾ ദ്വാരക്കണം. വീട് പണി നടക്കുന്നവർക്ക് വേഗത്തിൽ തീരാൻ 2 കാര്യം പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ വീട് പണിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അപ്പം ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ ഞങ്ങളുടെ വീട് പണിയൊക്കെ പണ്ടേ കഴിഞ്ഞു, ഞങ്ങൾക്കിനി വീട് പണിയേണ്ട കാര്യമൊന്നുമില്ല, അപ്പോൾ ഈ വീഡിയോ കാണേണ്ട കാര്യമില്ലല്ലോ, വീട് പണിയുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഈ വീഡിയോയിൽ പറയുന്നത്. അല്ല പോവല്ലേ. വീട് പണിയുന്നവരും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരും വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നവരും വീട് പണി കഴിഞ്ഞവരും വീട്ടിൽ താമസിക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവരും ആ താമസിക്കുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തും എല്ലാവിധത്തിലുള്ള ഐശ്വര്യം ഉണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാൻ പോകുന്നത്. ഈ 12 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ തന്നെ ബറക്കത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ 12 കാര്യങ്ങളും ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് ആ 12 കാര്യങ്ങൾ? ദാ കേട്ടോളൂ. വീട്ടിൽ പിശാച് ഒളിഞ്ഞിരിക്കുന്ന 4 സ്ഥലങ്ങളുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാകും. അതുകൊണ്ട് ഇനി മുതൽ നമ്മുടെ വീട്ടിൽ ഈ 4 സ്ഥലവും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ആ 4 സ്ഥലങ്ങളിൽ പിശാച് ഇല്ലാതിരിക്കാനുള്ള ടിപ്സും ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അതും ഒന്ന് കേൾക്കാൻ മറക്കണ്ട. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സലാം പറയൽ നല്ലതാണ്. പക്ഷേ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സലാം പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്, പറയണം. വീട്ടിൽ ആരുമില്ല എങ്കിലും വീട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ സലാം പറയണം. ആ സലാം പറയുന്ന സമയത്ത് ഒരു വ്യത്യസ്തതയുണ്ട്. ഏതാണ് ആ സലാം എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? ഇതാ കേട്ടോളൂ. നിങ്ങളുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ സ്ഥിരമായ ബറക്കത്തും റഹ്മത്തും ഉണ്ടാവാൻ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒരു വാചകം എഴുതി വെച്ചാൽ മാത്രം മതി. ഏതാണ് ആ വാചകം? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഇത് അവസാനം വരെ കാണുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് ഓരോ വീഡിയോകൾക്ക് താഴെയൊക്കെ പറയാറുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അല്ലാഹു തആല ഈ മജ്ലിസിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു മാറ്റി എല്ലാവിധ ഖൈറും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് അല്ലാഹു തആല നൽകുന്ന പ്രധാനപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ദുനിയാവിൽ ജീവിക്കുമ്പോഴേ. അതിൽ പ്രധാനപ്പെട്ട 4 എണ്ണമാണ്. ഒന്ന്, നല്ല ഒരു വീട്. അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതായത് സ്വന്തമായിട്ടൊരു വീട്, അല്ലെങ്കിൽ വാടകയ്ക്ക് എന്തെങ്കിലും നമ്മൾ ഒരു അപകടം വരുമ്പോൾ സ്വന്തമായി ഒരു സ്ഥലത്തേക്ക് പോയി നമുക്ക് കഴിയാനുള്ള ഒരു അവസ്ഥ, ഒരു ഭവനം, അത് വാടകയ്ക്ക് താമസിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള വീടാവട്ടെ, ഒരു വീട് എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തേത് നല്ലൊരു ജോലി ഉണ്ടാവുക, അതൊരു അനുഗ്രഹമാണ്. മൂന്നാമത്തേത് നല്ലൊരു വാഹനം ഉണ്ടാവുക, അതും ഒരു അനുഗ്രഹമാണ്. നാലാമത്തേത് സ്വാലിഹത്തായ ഒരു ഭാര്യ, ഇണ അല്ലെങ്കിൽ സ്വാലിഹായ ഒരു ഭർത്താവ് ഉണ്ടാവലും ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ 4 എണ്ണമാണ്. അതിൽ ആദ്യമായി നമുക്ക് മഹത്തുക്കൾ പരിചയപ്പെടുത്തുന്നത് സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക. അത് എല്ലാവരുടെയും സ്വപ്നമാണ്. എത്രയോ ആളുകളാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെയൊക്കെ, ഉസ്താദ് വീട് പണി തുടങ്ങിയിട്ട് 3 വർഷമായി 4 വർഷമായി ഇതുവരെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നു, പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാടക അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കുകയാണ്, സ്വന്തമായിട്ട് വീടില്ല, ദുആ രക്കണം എന്നൊക്കെ ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹു തആല ആരുടെയൊക്കെ വീട് പണി നടക്കുന്നു, ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ ഉൾപ്പെടെ വീട് പണി നടക്കുന്നുണ്ട്, അല്ലാഹു തആല എല്ലാം വേഗത്തിലാക്കി തരുമാറാവട്ടെ. അതുപോലെ തന്നെ സ്വന്തമായി വീടില്ലാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഖൈറായ വീടിന് അല്ലാഹു തആല പ്രധാനിക്കുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ അല്ലാഹു ബറക്കത്തും ഐശ്വര്യവും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്, പറഞ്ഞു തരുന്നത്. ആദ്യമായി വേണ്ടത് നിയ്യത്താണ്.
നമ്മൾ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കാറുണ്ട്, അതുപോലെ നോമ്പിൻ്റെ നിയ്യത്ത് നമ്മൾ വെക്കാറുണ്ട്, അതുപോലെ ഹജ്ജിന് നമ്മൾ നിയ്യത്ത് വെക്കാറുണ്ട്, ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിയ്യത്ത് വെക്കാറുണ്ട്. അപ്പോൾ നല്ല കാര്യം എന്ത് ചെയ്താലും അതിനൊക്കെ നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അതായത് നിയ്യത്തുകൾ കൊണ്ടാണ് അമലുകൾ സ്വീകരിക്കപ്പെടുക. ഇപ്പോൾ ഈ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നിയ്യത്തുണ്ട്. കല്യാണത്തിന് നിയ്യത്തുണ്ടോ ഉസ്താദേ? ഉണ്ട്. എങ്ങനെയാ? 3 നിയ്യത്താണ് നിക്കാഹിൻ്റെ സമയത്ത് വധു വരന്മാർ മനസ്സിൽ കരുതേണ്ട 3 നിയ്യത്ത്. ഞാൻ എൻ്റെ ഈ നിക്കാഹ് നടത്തുന്ന വേദികളിലൊക്കെ ഞാനത് പറയാറുണ്ട്. 3 നിയ്യത്താണ് വരനും വധുവും ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, ഇത് ഇത്തിബാഉ സുന്നയാണ്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയമല്ല, വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. കല്യാണം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താൻ. അല്ലാതെ എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചു, എൻ്റെ കൂട്ടുകാരെ കല്യാണം കഴിച്ചത് കൊണ്ട് കഴിക്കുകയല്ല. ഇതെന്താണ്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പിൻപറ്റുന്നു. അതൊന്നാമത്തെ നിയ്യത്ത്. കല്യാണത്തിൻ്റെ രണ്ടാമത്തെ നിയ്യത്ത്, എൻ്റെ ഈ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഈ ഭർത്താവ് നാളെ സ്വർഗത്തിലും എനിക്ക് ഇണയായി കിട്ടണം എന്ന ഒരു നിയ്യത്തും നമുക്ക് ഈ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് മനസ്സിൽ വധൂവരന്മാരുടെ മനസ്സിലുണ്ടാവണം. മൂന്നാമത്തേത്, നല്ല സ്വാലിഹീങ്ങളായ സന്താന പരമ്പരകൾ ഉണ്ടാവണം എന്നുള്ള നിയ്യത്ത് മൂന്നാമത്തേത്. അതും മറന്നു പോവണ്ട. അപ്പം നിക്കാഹിൻ്റെ സമയത്ത് 3 നിയ്യത്തുണ്ട്. ഇതുപോലെ തന്നെ വീട് വെക്കുന്ന സമയത്തും നമുക്ക് ഒരു നിയ്യത്ത് വേണം. എന്താണ് വീട് വെക്കുന്ന ആളുകൾ മനസ്സിൽ കരുതേണ്ടത്? എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, സുരക്ഷിതമായി അള്ളാഹുവിനെ എനിക്കും എൻ്റെ കുടുംബത്തിനും സുരക്ഷിതമായി പടച്ചവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ വീട് പണിയുന്നു. ഇതാണ് വീട് പണിയുന്ന സമയത്തുള്ള നിയ്യത്ത്. ഇത് ആർക്കും ഒരുപക്ഷെ അറിവുണ്ടാവില്ല. ഇതൊരു പുതിയ അറിവായിരിക്കാം. എൻ്റെ പൊന്നുസ്താദ്, ഇപ്പോൾ നിസ്കരിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ വീട് വെക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇബാദത്ത് ചെയ്യാനാണോ? ഞങ്ങൾ പൊങ്ങച്ചം കാണിക്കാൻ ആ നാട്ടിലെ അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ എൻ്റെ വീടായിരിക്കും ഏറ്റവും പൊക്കമുള്ള വീട്, അല്ലെങ്കിൽ എൻ്റെ വീടായിരിക്കണം ആളുകൾ ഇങ്ങനെ മറന്ന് നിൽക്കുന്ന വീട് എൻ്റെ വീടായിരിക്കണം, എല്ലാ സൗകര്യങ്ങളുമുള്ള വീട് എൻ്റേതായിരിക്കണം. ഇന്നിപ്പോൾ പൊങ്ങച്ചത്തിന് വേണ്ടിയുള്ള വീട് പണിയായി മാറിയിരിക്കുകയാണ്. അങ്ങനെയല്ല. അതായത് നമ്മൾ വീട് വെക്കുന്ന സമയത്തുള്ള നിയ്യത്ത്, ഇത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഭവനമാണ് ഞാൻ പണിയുന്നത്, അത് നിയ്യത്ത് വെക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറന്നു പോകരുതേ. പിന്നെ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഞാൻ പറയുന്നു. വീട് പണിയുന്ന സമയത്ത് അമിതമായ വ്യയം. അതായത് പറമ്പ് നിറച്ചും വീടാൻ 5, 6, 7 ഒക്കെ മുറികൾ. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ്. ആ കൂട്ടുകുടുംബമാകുമ്പോൾ തറവാട്ടിൽ ചിലപ്പോൾ 6 മുറി ഉണ്ടാകും, 7 മുറി ഉണ്ടാകും. ആ 6 മുറിയിലും 7 മുറിയിലും ആളുകൾ താമസിക്കുന്നുണ്ടാകും. മക്കളുണ്ടാകും, മൂത്ത മോനുണ്ടാകും, ഇളയ മോൻ, എല്ലാവരും ഒറ്റ വീട്ടിലാണ്. പക്ഷെ ഇന്ന് വീട്ടിൽ 4 അംഗങ്ങളാണ്. വാപ്പ, ഉമ്മ, 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കൾ. പക്ഷേ റൂമാണെങ്കിലോ 5 ഉണ്ടാകും, അല്ലെങ്കിൽ 6 ഉണ്ടാകും, 7 ഉണ്ടാകും. അങ്ങനെ റൂമാണ്. അത് പാടില്ല. ഇവിടെ വീട്ടിൽ ശൈത്വാൻ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. 4 സ്ഥലത്ത്, ഒരു വീട്ടിൽ 4 സ്ഥലത്ത് ശൈത്താൻ ഉറങ്ങും അല്ലെങ്കിൽ ഒളിച്ചിരിക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് വീട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന റൂം. അതായത് മുകളിൽ 3 റൂമുണ്ട്. മുകളിലേക്ക് ആരും കയറാം, ആ റൂമൊന്നും ആരും ഉപയോഗിക്കാറില്ല. താഴെയുള്ള ഒരു റൂമിൽ തന്നെ വാപ്പ ഉമ്മയും കിടക്കുന്നു, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മറ്റു റൂമിൽ കിടക്കുന്നു. ആ മുകളിൽ കിടക്കുന്ന റൂമൊക്കെ വെറുതെ അങ്ങനെ കിടക്കുകയാണെങ്കിൽ അവിടെ ആരുറങ്ങും? പിശാച് ഉറങ്ങുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ വീട് പണിയുന്ന സമയത്ത് ആ ഒരു കാൽക്കുലേഷൻ വേണം. ഇപ്പോൾ എൻ്റെ മകനിക്ക് കിടക്കാനാണെങ്കിൽ എൻ്റെ മൂത്ത മോനിക്കതാണെങ്കിൽ ഇളയ മോനിക്കതാണ്, അങ്ങനെ ഒരു കാൽക്കുലേഷൻ വേണം. അല്ലാതെ വെറുതെ റൂമുകൾ പണിത് ഇടുന്നത് അമിത വ്യയമാണ്. അത് പാടില്ല. അത് ഇസ്റാഫാണ്. അത് കടുത്ത പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വീട് പണിയുന്ന സമയത്ത് റൂമുകൾ നമുക്ക് വേണം. നമുക്കത് എന്താണ്, ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ താമസിക്കാൻ വീട്, നല്ലൊരു വീട് വേണം, അതിൽ നല്ല റൂം വേണം. പക്ഷെ റൂം പണിയുന്ന സമയത്ത് എന്താവണം? അത് അമിതവ്യയമായി മാറാൻ പാടില്ല. ആ കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകളിൽ ആരുണ്ടാകും? പിശാചുണ്ടാകും. ഇനി അഥവാ മകനൊക്കെ ഗൾഫിലാണ്, മോള് ഗൾഫിലാണ്, മുകളിൽ 2 റൂമുണ്ട്, അതിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ എന്താണ്, ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും ആ റൂമിലൊക്കെ ഒന്ന് ചെന്ന് അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി നമ്മളെന്താണ് അവിടെ ഒരു ആൾ സഞ്ചാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അവിടെ പിശാച് കിടന്നുറങ്ങുന്നതാണ്. ഇതൊക്കെ നമുക്ക് കിതാബിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ ഈ നജസ് ഉള്ള വീട്ടിൽ നജസ് ഇങ്ങനെ കൂടിക്കിടക്കുന്ന സ്ഥലത്തും പിശാജ് ഉണ്ടാകുമെന്നാണ്. ഇപ്പം നമ്മൾ ബാത്റൂമിൽ നമുക്കറിയാമല്ലോ, പിശാജിൻ്റെ വീടാണ് ബാത്റൂം, ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ. അതല്ലാതെ നമ്മുടെ വീടുകളിൽ സ്ഥിരമായി നജസ് ഉണ്ടാവുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവരുത്. ചില റൂമുകളിൽ എപ്പോഴും നജസ് ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ അത് നമ്മൾ വൃത്തിയാക്കാൻ താമസിക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവാൻ പാടില്ല.
അപ്പോൾ ബാത്റൂം ഒഴിച്ച് ബാക്കിയുള്ള റൂമുകളിലോ അല്ലെങ്കിൽ ഹാളിലോ ഒക്കെ നജസ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല, അവിടെയും പിശാച് ഉണ്ടാകുമെന്നാണ്. പിന്നെ കാണാം, അതായത് വേസ്റ്റ് കൂട്ടിയിടുന്ന സ്ഥലത്ത് സ്ഥിരമായി വേസ്റ്റ് എല്ലാ ദിവസവും അടിച്ചടിച്ച് കൂട്ടി അടുക്കളയുടെ ഒരു മൂലയിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി വെക്കും, അത് വാരാൻ മടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായാൽ അവിടെയും പിശാച് ഉണ്ടാകുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന വിള്ളലുകൾ, ചിലപ്പോൾ ഭിത്തിയൊക്കെ ഇങ്ങനെ വിണ്ടിരിക്കും, അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകരുത്. ആ വിള്ളലുകൾ അത് നമ്മുടെ വീടിനും കേടാണ്. നമുക്ക് കിതാബിൽ കാണുന്നത് അവിടെയും പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീടുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പല ആളുകളും പറയാറുണ്ട്, വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമാണ്, വീട്ടിൽ കയറുമ്പോൾ വല്ലാത്തൊരു പ്രയാസം, എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ കയറിയാൽ ഭയങ്കര പ്രശ്നമാണ്. ചില വീടുകളിൽ ഒരു ഐശ്വര്യക്കുറവ് അതൊക്കെ ഉള്ളതാണ്. വീട്ടിൽ നമുക്ക് ഐശ്വര്യക്കുറവുണ്ടാവാം, അതുപോലെ വാഹനത്തിൽ ഐശ്വര്യക്കുറവുണ്ടാവാം. അപ്പോൾ വീട് പണിയുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നല്ല ബറക്കത്തുള്ള വീടായി മാറും. അപ്പോൾ ഒന്നാമത്തേത് നിയ്യത്ത്, രണ്ടാമത്തേത് അമിതമായ വ്യയം കാണിക്കരുത്. അനാവശ്യമായ ഫുള്ള് ലൈറ്റ്, നമുക്ക് ലൈറ്റ് വേണം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഷോ ലൈറ്റുകൾ ഉണ്ടാകും, നമുക്ക് ലൈറ്റ് വേണം, ആവശ്യത്തിന് ലൈറ്റ് വെക്കാം. അനാവശ്യമായി പൊങ്ങച്ചം കാണി, നമ്മൾ തന്നെ കറണ്ട് കാശ് അടക്കണ്ടേ, കാശുള്ളവർക്കാണെങ്കിൽ പിന്നെ എന്തും കാണിക്കാം. ഇതില്ലാത്തവരും മേന്മ കാണിക്കാൻ വേണ്ടി ഒരുപാട് ലൈറ്റും സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇനി എൻ്റെ വീട് പണി കഴിയുമ്പോൾ ഉസ്താദ് വെച്ചല്ലോ എന്ന് വിചാരിക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലം നമ്മൾ വീട് വെക്കുമ്പോൾ ഇപ്പോൾ ഷോ ലൈറ്റുകളുണ്ട്, ഇപ്പോൾ ഈ മതിലിൽ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ വീടിൻ്റെ പുറം ഭാഗത്തും അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് കൊണ്ട് പ്രയാസമൊന്നുമല്ല. അമിതമായി അനാവശ്യമായി നമുക്ക് ലൈറ്റ് കളിക്കുന്നതിനാ നമുക്ക് വെട്ടം കാണാനാണ്, പ്രകാശം കാണാൻ എന്നതിനേക്കാൾ ഉപരിയായി അനാവശ്യമായ ലൈറ്റ് സമ്പ്രദായങ്ങൾ അത് നമ്മുടെ സാമ്പത്തികമായ ഒരു ബർക്കത്ത് ഇല്ലായ്മ ഉണ്ടാക്കും. അതുപോലെ തന്നെ വീട്ടിലൊരു ഐശ്വര്യക്കുറവ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മൂന്നാമത്തെ കാര്യമാണ്, വീട് പണിയുമ്പോൾ ഹലാലായ പൈസ കൊണ്ടാവണം, ഹറാമായ പൈസ കൊണ്ടാവരുത്. ഇന്ന് ഒരുപാട് പേരാണ് ലോൺ എടുത്തിട്ട് വീട് പണി. 10 ലക്ഷം രൂപ ലോൺ എടുത്താൽ പിന്നെ എത്ര അടക്കേണ്ടതെന്നറിയോ? 25-30 പിന്നെ അടക്കേണ്ടത്. അത് 2 ഇരട്ടി നമ്മൾ അടക്കേണ്ടി വരും. ഞാൻ പറയട്ടെ, അത് ഒഴിവാക്കണം, പരമാവധി നല്ലത് ഒഴിവാക്കുക. അങ്ങനെ ലോണൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ അടച്ചു തീർത്ത് ആ ഒരു അധ്യായം അങ്ങോട്ട് അടക്കുക. ചില ആളുകൾ ലോൺ എടുക്കുന്നത് വീടിൻ്റെ ഡിസൈൻ വർക്കിന് വേണ്ടി മാത്രമാണ്. വീടിന് അങ്ങനെ ഒരു ഡിസൈൻ വേണം, ഇങ്ങനെ ഡിസൈൻ വേണം. ഡിസൈൻ വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷേ ലോൺ എടുക്കുകയാണ് എന്തിന്? ഡിസൈൻ വർക്കിന് വേണ്ടി, അല്ലെങ്കിൽ ഉള്ളിലെ ഇൻറ്റീരിയൽ വർക്ക് ഒന്നുകൂടി സെറ്റപ്പ്, ഇൻറ്റീരിയലും വേണം, പക്ഷെ ഒന്നുകൂടി സെറ്റപ്പ് ആക്കാൻ വേണ്ടി പലിശക്ക് പൈസ എടുക്കുന്ന ഏർപ്പാട്. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല ആ വീട്ടിൽ ഒരു ഖൈറും നമുക്ക് തരില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഹലാലായ കുറച്ച് പൈസ കൊണ്ടാണെങ്കിലും സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ ആ ചെറിയൊരു വീട് തന്നെ ധാരാളമാണ്. ചില ആൾക്കാർ എൻ്റെ മൂത്തുമ്മാടെ മോൻ്റെ വീട് വലുതാണ്, അതിനേക്കാൾ വലുതാവണം, അല്ലെങ്കിൽ എൻ്റെ എളീമാടെ മോൻ്റെ വീടിനേക്കാൾ സെറ്റപ്പ് ആവണം, അല്ലെങ്കിൽ അവളുടെ വീടിനേക്കാൾ സെറ്റപ്പ് ആവണം. എങ്ങനെ ഈ സെറ്റപ്പ് ആവണം? മറ്റുള്ളവരെക്കാൾ എൻ്റെ വീടാവണം ആളുകൾ നോട്ടമുണ്ടാവേണ്ടത്, അങ്ങനെ വിചാരിച്ച് വീട് പണിയുന്നവരുണ്ട്. അതും വേണ്ട. അതുപോലെ അയൽക്കാരൻ്റെ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ, എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ വീടായിരിക്കണം സെറ്റപ്പ്, അയൽക്കാരുടെ വീടിനേക്കാൾ വല്ല സെറ്റപ്പ് വീടായിരിക്കണം എന്ന് നമ്മളെന്താണ് ഒരു അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗർവിൻ്റെ ചിന്തയിലാണ് വീട് പണിയുന്നതെങ്കിൽ അതൊരു പിശാചിൻ്റെ വീടായി മാറാനാണ് സാധ്യത. അതുകൊണ്ട് റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുന്ന വീടായി നമ്മുടെ വീട് മാറണം. അതിന് അമിതവയ്യൻ പാടില്ല, ഹലാലായ പൈസ കൊണ്ടാവണം. അതുപോലെ തന്നെ രൂപങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം. അതായത് ഇപ്പോൾ വീട്ടിൻ്റെ കടന്നു വരുന്ന ഗേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് 2 സിംഹത്തിൻ്റെ രൂപം, അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു പൂന്തോട്ടം പോലെ അവിടെ ഒരു കൊക്കെന്ന് പറയില്ല, കൊറ്റി അതിൻ്റെ രൂപം, ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു പാമ്പിൻ്റെ രൂപം, അല്ലെങ്കിൽ ഒരു ആനയുടെ രൂപം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ പണിയപ്പെടുന്ന ആ രൂപമുള്ള വീട്ടിലേക്ക് മലക്കുകൾ കടക്കില്ല, റഹ്മത്തിൻ്റെ മലക്കുകൾ കടക്കില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു ഉസ്താദ്, മലക്ക് വരില്ല എങ്കിൽ പിന്നെ അസ്രായിൽ വരില്ലല്ലോ, പിന്നെ ഞങ്ങൾ മരിക്കില്ലല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. റഹ്മത്തിൻ്റെ മലക്കുകൾ വരില്ല എന്നാണ് ഇവിടെ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് മലക്കുകൾ പ്രവേശിക്കുന്ന, റഹ്മത്തുമായി വരുന്ന, ബർക്കത്തുമായി വരുന്ന മലക്കുകൾ പ്രവേശിക്കുന്ന വീടായി നമ്മുടെ വീട് മാറണം. അതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. രൂപങ്ങൾ അതൊന്നും പാടില്ല. ഇപ്പം നമ്മൾ മക്കൾ കളിക്കുന്ന ചിലപ്പോൾ പാവ ഉണ്ടാകും,
അതുപോലെ തന്നെ കുരങ്ങൻ്റെ പാവ ഉണ്ടാകും, അല്ലെങ്കിൽ കരടിയുടെ പാവ ഉണ്ടാകും. അത് നമ്മുടെ മക്കൾ കളിക്കുന്ന ടോയ്സുകളാണ്. അതല്ല ഇവിടെ പ്രശ്നം. ഇത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ച് ഷോക്കേസിൽ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടാവാം. അത് നമ്മൾ മാറ്റുക, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വീട് പണിയുന്ന സമയത്ത് നമ്മൾ വുളു എടുക്കാനൊക്കെ പ്രത്യേക ഒരു സെറ്റപ്പ് വെക്കൽ നല്ലതാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ വുളു എടുക്കാനും നമ്മുടെ ശുദ്ധിയാക്കാനൊക്കെ ശുചീകരണത്തിന് പ്രത്യേക ഒരു സ്ഥലങ്ങൾ ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ തനിച്ച ബാത്റൂമല്ല, തനിച്ച ടോയ്ലറ്റ് അല്ലാതെ നമുക്ക് വുളു എടുക്കാൻ ആ ടോയ്ലറ്റിൻ്റെ ഒരു മൂലയിൽ ഒരു പൈപ്പ് ഉണ്ടാവൽ നല്ലതാണ്. ഒരു പൈപ്പ് ഉണ്ടാവുന്നതാണ്. നമ്മൾ ബാത്റൂമിൽ വുളു എടുക്കാമോ ഇല്ലയോ എന്നുള്ള വിശാലമായ ഒരു ചർച്ച നമ്മുടെ ചാനൽ നമ്മൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് അതുമായി ബന്ധപ്പെട്ട് സംശയം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന സമയത്ത് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത്, വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, 5ാമത്തെ കാര്യമാണ് അതിഥികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേക ഒരു മുറി ഉണ്ടാവണമെന്ന്. അതിഥികൾക്ക് വേണ്ടി ഒരൊറ്റ ഹാള്, ആ ഹാളിൽ തന്നെ അടുക്കള, അതുപോലെ തന്നെ ബെഡ്റൂം, അതുപോലെ വരുന്നവർ ഇരിക്കാൻ, അങ്ങനെയല്ല. ഇപ്പോൾ ഒറ്റ ഹാൾ തന്നെയാണെങ്കിലും നമ്മളൊരു കർട്ടൻ വെച്ചൊന്ന് ഒരു മറ ഉണ്ടാക്കൽ നല്ലതാണ്. അടുക്കളക്കൊരു മറ, നമ്മുടെ റൂമിനൊരു മറ. ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരൊറ്റ ഹോളായിരിക്കും, അതിങ്ങനെ അവർ തിരിച്ചിട്ടുണ്ടാകും. അത് നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിഥികൾ വരുമ്പോൾ, നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ അവരെ ഇരുത്താൻ വേണ്ടി ഒരു സ്ഥലം, കയറി വരുമ്പോൾ തന്നെ സിറ്റൗട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ ഉണ്ടാകും, അതുപോലെ വിസിറ്റിംഗ് റൂം ഉണ്ടാകും. അതൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ വെക്കണമെന്നാണ്. അതിഥികൾ വരുമ്പോൾ അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലം വെക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, വളരെ ഒരു രസകരമായ ഒരു ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ഇന്ന ലികുല്ലി ഷൈഇൻ സകാത്തുൻ വസകാത്തുദ് ദാരി ബൈത്തുൽ ലിയാഫ. അതായത് എല്ലാ വസ്തുക്കൾക്കും സക്കാത്തുണ്ട്. ആ വീടിൻ്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിഥികൾ വരുമ്പോൾ അവർക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്നാണ്. അതിഥികൾ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. അതും എന്താണ്, ഈ വീട് പണിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഹോളേ ഉള്ളൂ, അപ്പോൾ ഇനി അതിഥികൾക്ക് വേണ്ടി വേറെ പണിയണോ? അങ്ങനെ പണിയൊന്നും വേണ്ട. ഹോളാണെങ്കിൽ ഹോള് മതി. അതായത് അവിടെ വരുമ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ, അവർ വീടിൻ്റെ പുറത്തിരിക്കരുത്. അവർ വരുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് അവർക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വീട് പണി തുടങ്ങുന്ന സമയത്ത് സൂറത്തുൽ അൻആം പ്രത്യേകമായി ഓതൽ നല്ലതാണ്. വീട് പണിയൊക്കെ വേഗത്തിലും റാഹത്തിലൊക്കെ ആവാൻ വേണ്ടി. പിന്നെ വീടില്ലാത്തവർക്കും സൂറത്തുൽ അൻആം, അള്ളാഹു എനിക്ക് ഖൈറായ ഒരു വീടുണ്ടാവണേ എന്ന് നല്ല നിയ്യത്തോടുകൂടി മനസ്സിൽ കരുതിയിട്ട് സൂറത്തുൽ അൻആം അത് ഓതൽ പ്രത്യേകം നല്ലതാണെന്ന് ഒരുപാട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് പതിവായി നമ്മൾ പാരായണം ചെയ്താൽ വീട് പണിയൊക്കെ വേഗത്തിലാകും എന്നും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. മങ്കൂസ് മൗലിദൊക്കെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഓതാറുണ്ട്. എപ്പോൾ നമ്മൾ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-നാണ് നമ്മൾ പലപ്പോഴും ഓതാറ്. അങ്ങനെ ആവരുത്. മങ്കൂസ് മൗലിദ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും, തിങ്കളാഴ്ച രാവിലോ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ പറ്റുന്നത് പോലെ ഒരാൾക്ക് ഒറ്റയ്ക്കിരുന്ന് ഓതാം, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഓതാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അത് ഓതൽ പ്രത്യേകം നല്ലതാണ്. അതെന്താ, നമുക്ക് വീട് പണിയൊക്കെ റാഹത്ത്, ആ ഒരു നിയത്ത് വേണം കേട്ടോ. വീട് പണി വേഗത്തിലാവാൻ റബ്ബേ ഞാനിതാ മങ്കൂസ് മൗലിദ് ഓതുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ, മൗലിദല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വീട് പണി പൂർത്തിയായതിനു ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട, വീട് പണിയൊക്കെ പൂർത്തിയായി എങ്കിൽ വീടിൻ്റെ 4 ഭാഗത്തും ഖിബിലക്ക് മുന്നിട്ട്, വീടിൻ്റെ 4 ഭാഗത്തും ചെന്നിട്ട് ഖിബിലക്ക് മുന്നിട്ട് നിന്ന് യാ ഫത്താഹു യാ അല്ലാ, യാ റസ്സാഖു യാ അല്ലാ, അല്ലെങ്കിൽ യാ ഫത്താഹു യാ റസ്സാഖു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകൾ 10 പ്രാവശ്യം വീതം ചൊല്ലിയാൽ അവൻ്റെ ആ പുതിയ വീട്ടിൽ അള്ളാഹു ഭക്ഷണം, അവൻ്റെ വെള്ളം, അവൻ്റെ വസ്ത്രം, അവൻ്റെ വാഹനം, മറ്റ് എല്ലാ സുഖ സൗകര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് തരും. അതിങ്ങനെ മുടങ്ങിപ്പോവില്ല. അത് നിത്യമായി ഇങ്ങനെ ബറക്കത്തായി റഹ്മത്തായി വന്നുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ. വീട് പണി കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വീട് പണി കഴിഞ്ഞാൽ വീടിൻ്റെ 4 ഭാഗത്തും ചെന്ന് യാ ഫത്താഹു യാ അല്ലാ എന്നും, അതുപോലെ യാ റസ്സാഖു യാ ഫത്താഹു അങ്ങനെ പറയാം, അല്ലെങ്കിൽ യാ ഫത്താഹു യാ അല്ലാ എന്ന് പറയാം. അള്ളാഹ് ചേർത്തെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ യാ ഫത്താഹു യാ അല്ലാ, അല്ലെങ്കിൽ യാ റസ്സാഖ്, ഈ 2 ഇസ്മുകൾ അത് 10 പ്രാവശ്യം വീതം പറഞ്ഞാൽ റിസ്ക് അത് വിശാലമാകും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വീട് പണിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 6-7 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ വീട്ടിൽ ഐശ്വര്യമുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട ഒരു 12 കാര്യങ്ങളുണ്ട്. വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ, ഐശ്വര്യമുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങൾ. ഓടിച്ചു പോവാൻ ഇതെല്ലാം ഓരോ കാര്യങ്ങളും വിശദമായി പറയേണ്ടതാണ്. വേഗം ഒന്ന് ഓടിച്ചു പോവുകയാണ്. 1-ാമത്തെ കാര്യം, നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും എപ്പോഴും വൃത്തി ഉണ്ടാവണം.
വീടിൻ്റെ ഭാഗത്ത് എപ്പോഴും വൃത്തി ഉണ്ടാകും. അന്നലാഫത്തു മിനൽ ഈമാൻ അല്ലെ, അത്വഹൂറു ശത്രുൽ ഈമാൻ. വൃത്തി, ശുദ്ധി എന്നത് പറഞ്ഞ ഈമാനിൻ്റെ ഭാഗമാണ്. ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ വീട്ടുകാർക്കൊരു വൃത്തിയില്ലെന്നാണ്. നമ്മുടെ വീട് വൃത്തിയല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നത് നമുക്ക് വൃത്തിയില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ട് വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ആണ്. അതുകൊണ്ട് വീട് എപ്പോഴും വൃത്തിയാക്കി പ്രത്യേകം ശ്രദ്ധിക്കും. ചില സ്ത്രീകളുണ്ട്, അവർ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ വലിയ ക്ലീൻ ആവില്ല, പുറം ഭാഗം എപ്പോഴും ക്ലീനാക്കി അടിച്ച് വൃത്തിയാക്കി ഇടുന്ന ഒരു പതിവുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട് വൃത്തിയാക്കാൻ നമ്മൾ മറ്റ് അയൽക്കാരെ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മുടെ വീട് അലങ്കോലമായി കിടക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് വീട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ വരുന്ന മഴവെള്ളമൊക്കെ അല്ലെങ്കിൽ ഒലിച്ചു പോകാൻ വേണ്ടി അപ്പുറത്തെ അയൽവാക്കത്തെ വീട്ടിലേക്ക് ഒരു ഓസ് കൊടുത്ത് അല്ലെങ്കിൽ പൊട്ടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ എന്താണ് അടിയിൽ കൂടെ ഒരു ദ്വാരം കൊടുത്ത് നേരെ നമ്മുടെ മഴവെള്ളം അല്ലെങ്കിൽ നമ്മുടെ പെയ്ത്തുവെള്ളമെല്ലാം മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒഴുക്കി കളയുന്ന ഒരു സ്വഭാവം പല ആളുകൾക്കും ഉണ്ടാകും. ചില ആളുകളുടെ വീട്ടിൻ്റെ ഈ സൺഷെയ്ഡിൻ്റെ ഓസ്, ആ വെള്ളം വരുന്ന ഓസ് നേരെ ഒരു ലജ്ജയുമില്ലാതെ മറ്റുള്ളവരുടെ വീടിൻ്റെ പറമ്പിലേക്കായിരിക്കും വെക്കുക. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പറയും, ഇത് വെള്ളമല്ലേ, വെള്ളം കൊണ്ട് ഒഴിച്ചു പോകില്ല, ഇത് അള്ളാഹ് തരുന്ന വെള്ളമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു മുടന്ത ന്യായം പറയും. എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നമ്മളെന്താ നമ്മുടെ വീട്ടിൽ വെള്ളം നിർത്താത്തത് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടല്ലേ, അതുപോലെ അവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീട് ശുദ്ധിയാവണം, വൃത്തിയാവണം. അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അത് വെള്ളത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ വേസ്റ്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോയിടാനോ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത ഒരു വസ്തു അപ്പുറത്തേക്ക് എടുത്തിടാനോ അപ്പുറത്ത് അവരുടെ മതിലിൻ്റെ ഉള്ളിലേക്ക് ഇടാനോ നമ്മൾ നിൽക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവമുള്ള ആളുകളാണ് ആ ഒരു വീട്ടിൽ താമസിക്കുന്നതെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പോൾ ഐശ്വര്യം ഉണ്ടാവാൻ ഒന്നാമത്തെ കാര്യം, വീടിൻ്റെ ഉള്ളും പുറവും വീട്ടിൽ താമസിക്കുന്നവരും എന്താവണം, വൃത്തിയുള്ളവരാവണം. അതുപോലെ തന്നെ മഹത്തുക്കൾ പറയുന്നു, വീടിൻ്റെ മുൻവശം വൃത്തിയായാൽ, എപ്പോഴും വൃത്തിയാക്കി നമ്മൾ ഇട്ടാൽ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും, ബർക്കത്തുണ്ടാകുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ നമ്മൾ ഈ കർട്ടനൊക്കെ വിരിക്കൂലേ, കർട്ടൻ വിരിക്കുന്ന സമയത്ത് ചിത്രപ്പണികളുള്ള, ചിലപ്പോൾ എന്താ പറയുക, പൂച്ചയുടെ അല്ലെങ്കിൽ പട്ടിയുടെ അല്ലെങ്കിൽ കരടിയുടെ അങ്ങനെയുള്ള ചിത്രപ്പണികൾ, ജീവനുള്ള വസ്തുക്കളുടെ പടങ്ങൾ, ഫോട്ടോകൾ വെച്ചിട്ടുള്ള ആ ഒരു വിരി ഉപയോഗിക്കൽ കറാഹത്താണെന്ന് പറയുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട്. അത് ഉപയോഗിക്കാതിരിക്കുക നല്ലത്. ഇപ്പോൾ നമുക്ക് പ്ലെയിൻ കിട്ടുമല്ലോ. ഇപ്പോൾ ഈ തുണിയുടെ കർട്ടനൊക്കെ മാറി ഇപ്പോൾ മോഡേൺ കർട്ടനുകളൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നെറ്റൊക്കെ ഉള്ള സൈസ് കർട്ടൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ പൂച്ചയും കാക്കയൊന്നും പടം വരാറില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കർട്ടനായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ചിത്രപ്പണികൾ വരും. അത് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലുകൊണ്ട് കയറുക. വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലുകൊണ്ട് കയറുക. പ്രത്യേകം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലുകൊണ്ട് ഇറങ്ങുക. അതും ശ്രദ്ധിക്കണം. നാലാമത്തേത് കാര്യം, വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടുകാരോട് സലാം പറയുക. വീട്ടുകാരോട് സലാം പറയുക. അത് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. വീട്ടിൽ ഭാര്യയോ ഉമ്മയോ വാപ്പയോ ആരാണെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ആരെയാണോ ആദ്യം കാണുക അവരോട് സലാം പറയുക. ഇനി ആരെ കണ്ടില്ലെങ്കിലും സലാം പറയുക. ഇനി വീട്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിലോ, അങ്ങനെയുണ്ട്, ഞങ്ങൾ വീട്ടിൽ ചിലപ്പോൾ ആരും ഇല്ല ഉസ്താദെ, ആരും ഇല്ലെങ്കിലും സലാം പറയണം. എങ്ങനെ പറയണം? വീട്ടിൽ കിടക്കുമ്പോൾ ആരും ഇല്ലെങ്കിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താ. കാരണം ഖൈറായ വീടാണെങ്കിൽ അവിടെ നല്ല റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാകും, നല്ല ജിന്നുകൾ ഉണ്ടാകും. അതുകൊണ്ട് അവരോടുള്ള സലാം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയൽ പ്രത്യേകം നല്ലതാണ്. അതാ നാലാമത്തെ സുന്നത്ത്. പിന്നെയോ നമ്മൾ അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ ശ്രദ്ധിക്കുക. പാത്രങ്ങളൊക്കെ കഴുകി കമിഴ്ത്തി വെക്കൽ പ്രത്യേകം സുന്നത്താണ്, നല്ലതാണ്. സുന്നത്താണ്, അത് നല്ലതാണ്, വീട്ടിൽ ഐശ്വര്യമുണ്ടാവാൻ കാരണമാണ്. ആറാമത്തെ കാര്യം, വീട്ടിലേക്ക് ആര് കടന്നു വന്നാലും ഒരു മുഖപ്രസന്നതയോടെ സന്തോഷത്തോടെ സ്വീകരിക്കാന്ന്. അതും എന്താണ്, അതിഥികളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പിരിവുകാർ വന്നാൽ ഒന്നും നശിച്ച ഇതൊക്കെ വേറെ പണ്ടാരം അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. പലമാർക്ക് വേറെ പണിയില്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പറയരുത്. കാരണം നമ്മുടെ വീട്ടിലേക്ക് അവർ വരുന്നത് എന്തെങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടിയാണ്. ഒരു പ്രതീക്ഷയോടുകൂടി ഒരു റജാ ഉണ്ടാകും, ഒരു പ്രതീക്ഷ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ പ്രതീക്ഷ നമ്മൾ കളയാതെ അവർക്ക് കയ്യിൽ എന്താണോ ഉള്ളത് അതങ്ങോട്ട് കൊടുത്തു വിട്ടേക്കുക. അപ്പോൾ വീട്ടിലേക്ക് അതിഥികളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഒരു മുഷിപ്പ് കാണിക്കാതിരിക്കൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ നല്ലതാണ്.
സുബഹി നമസ്കാരം ഖളാ ആക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുബഹി നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. സുബഹി നിസ്കാരം ഖളാ ആക്കിയിട്ട് കിടക്കുന്ന ആ വീട്ടിൽ എത്ര മൗലിദ് തൊട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഫർളായ കാര്യമില്ല, പിന്നെ സുന്നത്തായ കാര്യം വെച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ അതുകൊണ്ട് ഓതണ്ടെന്ന് പറയുന്നില്ല, എല്ലാം വേണം. നമുക്ക് ഖുർആനും വേണം, നിസ്കാരവും വേണം, മൗലിദും വേണം, ദിക്റും വേണം, സ്വലാത്തും വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വീടായി നമ്മുടെ വീട് മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഴാമത്തെ കാര്യം, വീട്ടിൽ എല്ലാ ദിവസവും സൂറത്തു ശറഹ് ഓതൽ പ്രത്യേകം നല്ലതാണ്. വീട്ടിൽ ബറക്കത്തുണ്ട്. സൂറത്തു ശറഹ്, ഏതാ ശറഹ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റകല്ലദീ അൻകള ളഹ്റക എന്ന സൂറത്തു ശറഹ് ഓതൽ എന്താണ്? പ്രത്യേകം നല്ലതാണ്, അത് ബറക്കത്തുണ്ടാകും. ഇനി എട്ടാമത്തെ കാര്യം, സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും മഗ്രിബിക്ക് ശേഷമോ സുബഹിക്ക് ശേഷമോ വീട്ടിലെ ആരെങ്കിലും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഓതിയിരിക്കണമെന്നാണ്. എല്ലാവരും ഓതൽ പ്രത്യേകം സുന്നത്താണ്, എല്ലാവരും ഓതൽ പ്രത്യേകം നല്ലതാണ്. ഇനി എല്ലാവർക്കും ഓതാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ ഒരാളെങ്കിലും സൂറത്തുൽ വാഖിഅ ഓതൽ ആ വീട്ടിൽ നിത്യമായി ഐശ്വര്യമിറങ്ങാൻ കാരണമാണെന്ന് നമുക്ക് ഒരുപാട് കിതാബുകളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ നമുക്ക് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ഒമ്പതാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീട്ടിൽ എന്താണ് കുന്തിരിക്കം അത് കത്തിക്കൽ നല്ലതാണ്. കുന്തിരിക്കമോ സുഗന്ധമുള്ള, ഇപ്പോൾ ഊതൊക്കെ പുകക്കൽ പ്രത്യേകം നല്ലതാണ്. വീട്ടിലെപ്പോഴും ഒരു സുഗന്ധമുണ്ടാവണം. ചിലപ്പോൾ ഈ അടുക്കളയിലൊക്കെ മീൻ വെട്ടിയതിൻ്റെ മണം ഉണ്ടാകും, ഇറച്ചി കഴുകിൻ്റെ മണം ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ കറി താളിക്കുന്നതിൻ്റെ മണം ഉണ്ടാകും, അത് സവാള അരിഞ്ഞതിൻ്റെ മണം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് വീട്ടിലൊരു സുഗന്ധമുണ്ടാകും. കടന്നു വരുന്ന ആളുകൾക്ക് ഒരു പ്രയാസമുള്ള, ഒരു ദുർഗന്ധം ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ വീട്ടിൽ ഒരു സുഗന്ധമുള്ള ഒരവസ്ഥ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പത്താമതായി ശ്രദ്ധിക്കേണ്ടത്, ഉറങ്ങുന്നതിന് മുമ്പ് വീടിൻ്റെ വാതിൽ, ജനൽ അതൊക്കെ കുറ്റിയിട്ടു എന്ന് ഉറപ്പാക്കുക. ചിലപ്പോൾ വസുവാസ് കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അതായത് വീടിൻ്റെ വാതിലൊക്കെ കുറ്റിയിട്ട് കിടന്നു, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കുറ്റി ഇട്ടായിരുന്നോ, വീണ്ടും വന്ന് നോക്കുന്നു ആ കുറ്റിയിട്ട്, വീണ്ടും വന്ന് കിടക്കുന്നു കുറ്റി ഇട്ടോ, മറന്നു, ഒന്നും കൂടെ നോക്കിയാൽ. ഇങ്ങനെ വസുവാസല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം, മറിച്ച് വീടിൻ്റെ കുറ്റിയും അതുപോലെ തന്നെ ജനലിൻ്റെ വാതിലിൻ്റെ കുറ്റി സാക്ഷിയൊക്കെ നമ്മൾ നല്ലതുപോലെ ഇടുക. ഇടുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ പ്രത്യേകം നല്ലതാണ്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ആ വീട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കലും വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എന്തോ ഇപ്പോൾ ഒറ്റയ്ക്ക് ഉറങ്ങിയ, ഞാനിപ്പോൾ ഒറ്റക്കല്ല ഉറങ്ങുന്നത്, ബാച്ചിലറായിട്ട് എത്രയോ ആളുകൾ താമസിക്കുന്നുണ്ട്. അങ്ങനെ താമസിക്കുന്നതാവും ലോകത്ത് കള്ള് കുടിക്കരുത് നബി തങ്ങൾ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. കള്ള് കുടിക്കുന്ന എത്രയോ ആളുകളുണ്ടാകും. അതിൻ്റെ പുറകിൽ ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എന്നതുപോലെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പാടില്ല. സ്ഥിരമായി ഇനി ഒരാൾ ഇപ്പോൾ ഭാര്യയുടെ വീട്ടിൽ പോയി, മക്കളുടെ വീട്ടിൽ പോയി, ഒരാൾ നമ്മൾ മാത്രമേ ഉള്ളൂ, അങ്ങനെയല്ല, ഒരു ദിവസത്തിൻ്റെ കാര്യമല്ല. സ്ഥിരമായി ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒരാൾ തന്നെ കിടന്നുറങ്ങരുത്. കാരണം എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിച്ചാൽ ആരും തിരിഞ്ഞോ. എത്രയോ ആളുകളുണ്ട് 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ട് ചീഞ്ഞ് അഴുകിയിട്ട് മണം വരുമ്പോഴാണ് അറിയുന്നത് ഇയാൾ അവിടെ മരിച്ചു എന്നും. അങ്ങനെ എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ സ്ഥിരമായി കിടന്നുറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വീട്ടിൽ ഉറങ്ങുന്നതിന് മുമ്പ് പണ്ടായിരുന്നു വിളക്കുകളൊക്കെ അണച്ചിട്ട് കിടക്കണമെന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വിളക്കുകൾ അണച്ചിട്ട് കിടക്കണം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അനാവശ്യമായ ലൈറ്റുകളൊക്കെ ഓഫാക്കിയിട്ട് വേണം നമ്മൾ കിടക്കാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മേൽക്കൂരയില്ലാത്ത സ്ഥലത്ത് കിടന്ന് ഉറങ്ങൽ അതും പാടില്ല എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച്. മേൽക്കൂരയില്ലാത്ത സ്ഥലം, അതായത് ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ നല്ല ചൂടാണ്, ടെറസിൻ്റെ മുകളിലൊക്കെ പോയി ഉറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ ഉറങ്ങാൻ നമ്മൾ ഓർക്കും എന്താണ്, ചൂടായതുകൊണ്ടാണ്. ചൂടാണ്, അങ്ങനെ കിടക്കണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ കിടക്കാതിരിക്കലാണ് നല്ലത്. അതും നമുക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെ വാതിലുകളില്ലാത്ത വീട്ടിൽ കിടന്നുറങ്ങരുത്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട. വാതിലില്ല, അതോ ഇവിടെ ആരും വരാനുള്ള, കള്ളന്മാരൊന്നും വരില്ല. ഈ നാട്ടിൽ കള്ളന്മാരില്ല. കള്ളന്മാർ മാത്രമാണോ? എത്രയോ ഉപദ്രവകാരികളായ ജീവികളെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. പാമ്പ്, മഴുതാര, അതുപോലത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ വന്ന് നമുക്ക് ഉപദ്രവിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള വീടുകളിൽ കിടന്നുറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പട്ടിയെ വളർത്തുക, വീട്ടിൽ പട്ടിയെ വളർത്താമോ ഇല്ലയോ എന്ന് അത് വലിയൊരു ചർച്ചയാണ്. ഇവിടെ
പട്ടിയുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് നമുക്ക് അറിയാമല്ലോ. പക്ഷേ ചില സമയത്ത് നമുക്ക് നായ്ക്കളെ വളർത്താം. ഒന്ന്, കള്ളന്മാരുള്ള ഒരു നാട്ടിൽ കള്ളന്മാർ ഒരുപാട് ശല്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കള്ളന്മാരിൽ നിന്നുമുള്ള രക്ഷ കിട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നായയെ വളർത്താം. അതുപോലെ തന്നെ വേട്ടയ്ക്ക് വേണ്ടി നായയെ വളർത്താം. അതുപോലെ തന്നെ കൃഷിയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നായയെ വളർത്താം. ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണ് നായയെ വളർത്താൻ പാടുള്ളൂ. അതും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്തല്ല നായയെ വെക്കേണ്ടത്, ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കണം എന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം. പക്ഷേ ഇന്ന് ഭൂരിഭാഗം ആളുകളും ഈ പട്ടിയെ നായയെ വളർത്തുന്നത് എന്തിനാ? ഒരു വലിയൊരു സ്റ്റാറ്റസ് ആയിട്ട്, ഒരു വില കൂടിയ പട്ടികളെയൊക്കെ വാങ്ങി വളർത്താറുണ്ട്, നായയെ വാങ്ങി വളർത്താറുണ്ട്. അതെന്താ? ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയാണ്. അത് പാടില്ല എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവിധത്തിലുള്ള ബറക്കത്തും അള്ളാഹുവിൻ്റെ കാവലും ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് എഴുതി വെക്കൽ പ്രത്യേകം നല്ലതാണ്. എന്ന് എഴുതിയിട്ട് ആളുകൾ കാണുന്ന സ്ഥലത്ത് വെക്കൽ പ്രത്യേകം നല്ലതാണ്. എന്തത്? മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. അത് എഴുതി വെക്കലാണ് വേണ്ടത് എന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ എഴുതി വെക്കുന്നതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ പ്രിന്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് അതുപോലത്തെ നമ്മൾക്ക് വാങ്ങാൻ കിട്ടും മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ എഴുതിയത്. അപ്പോൾ അത് നമുക്ക് എഴുതലാണ് വേണ്ടത്, എഴുതി വെക്കലാണ് ഏറ്റവും ഹൈർ. ഇനി അങ്ങനെ വാങ്ങി വെക്കുന്നതും കുഴപ്പമില്ല. വാങ്ങി വെക്കുമ്പോൾ നമ്മൾ ആ ഒരു നല്ല നെയ്യത്തിൽ, പഠിച്ചോനെ നിൻ്റെ ഒരു കാവലുണ്ടാവണേ, അതുപോലെ വലിയൊരു ബറക്കത്തുണ്ടാവണേ, ആ ഒരു നെയ്യത്തിൽ നമുക്കത് വാങ്ങി അവിടെ വെക്കാവുന്നതാണ്. ആ കാര്യം പ്രത്യേകം. പിന്നെ ആയത്തുൽ കുർസി വെക്കുന്ന ആളുകളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് വളരെ നല്ലതാണ് അല്ലേ? ആയത്തുൽ കുർസി എഴുതി വെക്കുക. എഴുതി വെക്കൽ മാത്രമല്ല, നോക്കുമ്പോൾ ആയത്തുൽ കുർസി ഉണ്ട്, അപ്പുറത്ത് ആമന റസൂലും ഉണ്ട്, കുൽ ഹുവല്ലാഹു അഹദ് ഉണ്ട്, കുൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ആൾ ഓതൂല്ല. അത് പാടില്ല. നമ്മൾ അതൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ സ്ഥിരമായി പറയുന്നവരാവണം. എങ്കിൽ നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹുവെ പടച്ച ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ച റബ്ബേ, ഞങ്ങളുടെ വീട്ടിലൊക്കെ നീ ബറക്കത്തും ഐശ്വര്യവും സമാധാനവും നീ നിലനിർത്തി തരണേ അല്ലാ. എല്ലാവിധ ഹൈറും സന്തോഷവും നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീടില്ലാത്ത ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു, വീട് പണി നടക്കുന്നവർ ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ വീടുമായി ബന്ധപ്പെട്ട എല്ലാ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ അള്ളാഹു താല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.